സിനിമയിൽ അഭിനയിക്കണം. കമലിനെ പോലെയും രജനിയെപ്പോലെയും ഒന്നും വലിയ സ്റ്റാറൊന്നും ആവണമെന്നില്ല. പക്ഷേ അഭിനയിച്ചേ മതിയാകൂ. ആ പയ്യൻ വിവിധ ലൊക്കേഷനുകളിൽ അലഞ്ഞു നടന്നു. 16-ാം വയസ്സിൽ ചെറിയൊരു സിനിമയിലെ ഒരു വേഷത്തിനായി അവൻ പരിഗണിക്കപ്പെട്ടു. അപ്പോഴവൻ്റെ സന്തോഷത്തിന് അറുതിയുണ്ടായിരുന്നില്ല. പക്ഷേ അതിന് തീരെ ആയുസ്സുണ്ടായിരുന്നില്ല. ഉയരക്കുറവാണെന്ന് പറഞ്ഞ് അവനെ മാറ്റി നിർത്തി. കരഞ്ഞുകൊണ്ടാണ് ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് അവൻ അന്ന് വീട്ടിൽ പോയത്. പക്ഷേ അതുകൊണ്ടൊന്നും തൻ്റെ ആഗ്രഹത്തിന് കടിഞ്ഞാണിടാൻ ആ ചെറുപ്പക്കാരൻ ഒരുക്കമല്ലായിരുന്നു. വീണ്ടും ശ്രമങ്ങൾ, ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വിവിധ ജോലികൾ. അവസാനം കടലും കടന്നു. പക്ഷേ സിനിമ വിട്ടില്ല. ചെറിയ വേഷങ്ങൾ, ആൾക്കൂട്ടത്തിലും നായകൻ്റെ പിന്നിലും നിൽക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റായും 5 വർഷമാണ് അവൻ സിനിമയ്ക്ക് പിന്നാലെ ഓടിയത്. പിന്നീട് അവൻ നായകനായി. പല സിനിമകളും ബോക്സ് ഓഫീസിൽ കത്തിക്കയറി. സ്ക്രീനിന് പുറത്തെ പെരുമാറ്റവും ഇടപെടലും മൂലം അയാൾ ആരാധകർക്കും പ്രിയപ്പെട്ടവനായി. അങ്ങനെ അയാൾക്കൊരു ചെല്ലപ്പേര് വീണു, മക്കൾ സെൽവൻ. ഫാൻഡയറുടെ ഈ താൾ അയാളെക്കുറിച്ചാണ്. വിജയ് ഗുരുനാഥ സേതുപതി എന്ന വിജയ് സേതുപതിയെക്കുറിച്ച്. ഇന്ന് സൗത്ത് ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിയിൽ ഒരുപക്ഷെ ഏറ്റവും തിരക്കുള്ള നടനാണ് വിജയ് സേതുപതി. പ്രകടനം കൊണ്ട് അളന്നാൽ മികച്ച നടന്മാരുടെ ലിസ്റ്റ് എടുത്താൽ സേതുപതി മുൻപന്തിയിൽ തന്നെ ഉണ്ടാവും. ചെയ്യുന്ന റോളുകളിലെ വ്യത്യസ്തതയും റിയലിസ്റ്റിക്കായുള്ള അഭിനയവും കൊണ്ട് തന്നെയാണ് തൻ്റെ കരിയർ അദ്ദേഹം പടുത്തുയർത്തിയത്. തമിഴ് മാത്രമല്ല, തെലുങ്കിലും എന്തിന് ബോളിവുഡിലും വരെ എത്തി നിൽക്കുന്നുണ്ട് സേതുപതി മാജിക്. സിനിമ സ്വപ്നമായി കൊണ്ടു നടക്കുന്ന ചെറുപ്പക്കാർക്കുള്ള പ്രചോദനവും പാഠപുസ്തകവുമാണ് സേതുപതിയുടെ കരിയർ. 1978 ജനുവരി 16 തമിഴ്നാട്ടിലെ രാജപാളയത്താണ് കാളിമുത്തുവിൻ്റെയും സരസ്വതിയുടെയും 4 മക്കളിൽ രണ്ടാമനായി വിജയ് സേതുപതി ജനിക്കുന്നത്. സേതുപതി 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കുടുംബം ചെന്നൈയിലേക്ക് താമസം മാറി. വടക്കൻ ചെന്നൈയിലെ എന്നൂരിലായിരുന്നു സേതുപതിയുടെ കുടുംബം പിന്നീട് താമസിച്ചത്. കോടമ്പാക്കത്തെ MGR ഹയർ സെക്കൻഡറി സ്കൂളിലും ലിറ്റിൽ ഏഞ്ചൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലുമായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. സ്കൂൾ തലം മുതൽ ശരാശരിയിൽ താഴെയുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു സേതുപതി. കായിക രംഗത്തോ പാഠ്യേതര വിഷയങ്ങളിലോ വലിയ താല്പര്യമൊന്നുമില്ലാതിരുന്ന വിദ്യാർത്ഥി. എന്നാൽ ഹൈസ്കൂൾ സമയത്തിൻ്റെ അവസാനമായപ്പോഴേക്കും എവിടെ നിന്നാണെന്നറിയില്ല അഭിനയമോഹം തലക്കുള്ളിൽ കയറിപ്പറ്റി. പിന്നീടാണ് ചാൻസുകൾക്കായി അലയുന്നത്. സിനിമയിൽ കയറിപ്പറ്റാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊന്നും സേതുപതിക്ക് അന്ന് അറിയില്ലായിരുന്നു. ഒരു വേഷം കിട്ടിയാൽ അഭിനയിക്കുമെന്ന ആത്മവിശ്വാസമായിരുന്നു അയാളെ നയിച്ചിരുന്നത്. അത്രക്കുണ്ടായിരുന്നു സിനിമയോടുള്ള ഭ്രാന്ത്. അങ്ങനെയാണ് 1994 നമ്മവർ എന്ന സിനിമയിലേക്ക് പരിഗണിക്കപ്പെടുന്നതും ഉയരക്കുറവിൻ്റെ പേര് പറഞ്ഞ് തഴയപ്പെടുന്നതും. സാമ്പത്തികമായി അത്ര ഉയർന്ന കുടുംബമായിരുന്നില്ല സേതുപതിയുടേത്. നിത്യച്ചെലവിനായി ജോലിയെടുക്കേണ്ട സാഹചര്യം. 3 സഹോദരങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തം സേതുപതിയുടെ ചുമലിൽ തന്നെയായിരുന്നു. പഠന സമയത്ത് ഇടവേളകളിൽ തന്നെ വിവിധ ജോലികളിൽ കയറി. റീറ്റെയിൽ സ്റ്റോറിലെ സെയിൽസ്മാൻ, ഫാസ്റ്റ് ഫുഡ് ശൃംഖലയിലെ കാഷ്യർ, ഫോൺ ബൂത്ത് ഓപ്പറേറ്റർ എന്നിങ്ങനെ കിട്ടുന്ന പണത്തിനനുസരിച്ച് തൊഴിലും മാറിക്കൊണ്ടിരുന്നു. തൊറൈപ്പക്കത്തെ ധനരാജ് ബെയ്ത്ത് ജെയിൻ കോളേജിൽ നിന്ന് അദ്ദേഹം കൊമേഴ്സ് ബിരുദം പൂർത്തിയാക്കി. കോളേജ് പഠനം കഴിഞ്ഞതോടെ മുഴുവൻ സമയവും ജോലിക്കിറങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു. അപ്പോഴും മനസ്സിൻ്റെ ഒരു കോണിൽ സിനിമാ മോഹം ഇങ്ങനെ കെടാതെ വെച്ചിട്ടുണ്ടായിരുന്നു സേതുപതി. പഠനം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സിമൻറ്റ് മൊത്ത വ്യാപാരശാലയിൽ അക്കൗണ്ട് അസിസ്റ്റൻ്റായി ജോലിക്ക് ചേർന്നു. എന്നാൽ അതുകൊണ്ടൊന്നും ജീവിതത്തിന് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനാവില്ലെന്ന് മനസ്സിലാക്കിയ സേതുപതി ദുബായിലേക്ക് വിമാനം കയറി. ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നാട്ടിലേക്ക്. അതിനിടയ്ക്ക് വിദേശത്തായിരിക്കെ തന്നെയാണ് ഓൺലൈൻ വഴി പരിചയപ്പെട്ട ജെസ്സിയെ ജീവിതസഖിയാക്കിയത്. അതും ഒരു സിനിമാ കഥക്ക് സമാനമാണ്. അതിങ്ങനെയാണ്. തൻ്റെ 23-ാം വയസ്സിലാണ് വിജയ് സേതുപതി വിവാഹം കഴിക്കുന്നത്. സേതുപതിയുടെയും ജെസ്സിയുടെയും ഒരു പൊതു സുഹൃത്ത് വഴിയാണ് ഇരുവരും പരിചയപ്പെടുന്നത്. കൊല്ലം സ്വദേശിനിയായ ജെസ്സി ജനിച്ചത് കേരളത്തിലാണെങ്കിലും വളർന്നത് ചെന്നൈയിലാണ്. ഇരുവരും പരസ്പരം കാണാതെയാണ് പരിചയപ്പെടുന്നതും സുഹൃത്തുക്കളാകുന്നതും. അതായത് ഓൺലൈൻ ചാറ്റിങ്ങിലൂടെയാണ് ഇരുവരും അടുക്കുന്നത്. അധികം വൈകാതെ ആ ബന്ധം പ്രണയമാവുകയും ചെയ്തു. എന്നാൽ കാര്യം വീട്ടിലറിഞ്ഞപ്പോൾ മുതൽ കലാപക്കൊടി ഉയർന്നു. ഇരു വീട്ടുകാരും വിവാഹത്തിന് സമ്മതിക്കില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞു. പിന്നെ ശീതയുദ്ധത്തിൻ്റെ നാളുകൾ. അവസാനം ഇരുവരും വീട്ടുകാരെ പറഞ്ഞ് സമ്മതിപ്പിച്ചു. വിവാഹ നിശ്ചയത്തിനായി നാട്ടിലേക്ക് വന്നപ്പോൾ മാത്രമാണ് വിജയ് സേതുപതി ജെസ്സിയെ കാണുന്നത് പോലും. വിവാഹത്തിന് ശേഷം കിട്ടുന്ന ശമ്പളം തികയാതെ വന്നു. അങ്ങനെയാണ് കൂട്ടുകാരുമൊത്ത് ഇന്റീരിയർ ഡെക്കറേഷൻ ബിസിനസ് തുടങ്ങുന്നത്. എന്നാൽ അത് വേണ്ട വിധത്തിൽ ക്ലച്ചായില്ല. അപ്പോഴാണ് ഏറെക്കാലമായി ഉള്ളിൽ കൊണ്ടു നടക്കുന്ന അഭിനയമോഹം വീണ്ടും തലപൊക്കി തുടങ്ങുന്നത്. ആ സമയത്താണ് സേതുപതി ഒരു തിയേറ്റർ ഡ്രാമ കാണുന്നത്. നാടകം കഴിഞ്ഞ പാടെ സേതുപതി ഒട്ടും മടി കാണിക്കാതെ അവരെ സമീപിച്ചു. തന്നെ ആക്ടിംഗ് കോഴ്സിൽ ചേർക്കാമോ എന്ന് ചോദിക്കുകയും ചെയ്തു. എന്നാൽ അവർക്ക് വേണ്ടത് ഒരു അക്കൗണ്ടൻറ്റിനെയായിരുന്നു.
അങ്ങനെ ആ തിയേറ്ററിൽ സേതുപതി അക്കൗണ്ടൻ്റായി ചേർന്നു. 2 വർഷം അവിടെ അക്കൗണ്ടൻ്റായി പ്രവർത്തിച്ചു. ജോലി ചെയ്യുമ്പോഴും സേതുപതി അഭിനേതാക്കളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവരെ നിരീക്ഷിച്ചാൽ എല്ലാ ഭാവങ്ങളും പഠിക്കാമെന്നും അങ്ങനെ ഒരു നടനാകാമെന്നും സേതുപതി കരുതി. ആ ചിന്ത പിന്നെ നടനായേ പറ്റൂ എന്ന തോന്നലിലെത്തിക്കുകയും ചെയ്തു. പിന്നെ അധികം വൈകിയില്ല, ജോലിയും കളഞ്ഞ് ടെലി സീരിയലിൽ അഭിനയിക്കാൻ പോയി. അധികം റേറ്റിംഗ് ഇല്ലാത്തത് കാരണം അത് പെട്ടെന്ന് അവസാനിപ്പിച്ചു. പല സീരിയൽ സംവിധായകരുടെയും അടുത്തു പോയെങ്കിലും അവസരം കിട്ടിയില്ല. ഉള്ള ജോലിയും പോയി, എവിടെയും എത്തിയതുമില്ല. അങ്ങനെ സിനിമയിൽ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റായി അഭിനയിക്കാൻ തുടങ്ങി. ആദ്യത്തെ പ്രതിഫലം 250 രൂപയായിരുന്നു. സിനിമയിലെ ആൾക്കൂട്ടത്തിൽ എവിടെയെങ്കിലും മിന്നിമായുന്ന മുഖമായിരുന്നു അതിൽ പലതും. എം കുമരൻ പോലുള്ള സിനിമകളിൽ ചെറിയ റോളുകൾ ചെയ്തു. പിന്നീട് ആ അവസരങ്ങളും ഇല്ലാതായി. ചിലത് അവസാന നിമിഷം മാറിപ്പോയി. റോളുണ്ടെന്ന് പറഞ്ഞ് വിളിക്കും. ബസ്സുകൾ പലതും മാറിക്കയറി കഷ്ടപ്പെട്ട് അവിടെ എത്തുമ്പോഴേക്ക് ആ റോൾ മറ്റൊരാൾക്ക് കൊടുത്തെന്ന് പറയും. ആരോടും ഒരു പരിഭവം പറയാതെ സേതുപതി തിരിച്ചു വീട്ടിലേക്ക് ബസ് കയറും. ധനുഷിൻ്റെതടക്കമുള്ള താരങ്ങളുടെ കൂട്ടുകാരനായി അഭിനയിക്കാൻ കഴിഞ്ഞെങ്കിലും അതൊന്നും കരിയറിനെ പിന്തുണച്ചില്ല. പുതുപ്പേട്ടെ, ലീ, നാൻ മഹാനല്ലൈ തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ സേതുപതി മുഖം കാണിച്ചു. അപ്പോഴാണ് സീനു രാമസ്വാമി തേന്മറക്ക് പരുവക്കാട്ട് എന്ന സിനിമക്കായി താരങ്ങളെ ഓഡിഷന് വിളിക്കുന്നത്. വലിയ പ്രതീക്ഷയില്ലായിരുന്നെങ്കിലും സേതുപതിയും ഓഡിഷന് പോയി. അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞത് നന്നായി തന്നെ ചെയ്യുകയും ചെയ്തു. സീനു രാമസ്വാമിക്ക് ആ ചെറുപ്പക്കാരൻ്റെ പ്രകടനം വല്ലാതെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ നായകനായി സിനിമയിലേക്ക്. വർഷങ്ങളായി സിനിമ മോഹിച്ച് നടന്ന അലച്ചിലിനൊടുവിൽ അത് നേടിയെടുത്തതിൻ്റെ ആത്മവിശ്വാസമായിരുന്നു ആ മുഖത്ത് മുഴുവനും. അങ്ങനെ സേതുപതി നായകനായി ആദ്യ സിനിമ തിയേറ്ററിലേക്ക്. പക്ഷേ ശ്രദ്ധിക്കപ്പെട്ട സിനിമയിൽ നായകനായി എത്തിയിട്ടും പിന്നെയും അവസരങ്ങൾക്കായി അയാൾക്ക് കാത്തിരിക്കേണ്ടി വന്നത് 2 വർഷമാണ്. 2012 സേതുപതി എന്ന സിനിമാറിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാവുന്നത്. അദ്ദേഹം പ്രധാന കഥാപാത്രമായി തിയേറ്ററിലെത്തിയത് 3 ചിത്രങ്ങളായിരുന്നു. 3ഉം നിരൂപക ശ്രദ്ധ നേടുകയും വാണിജ്യ വിജയമാവുകയും ചെയ്തു. അതോടെ സേതുപതി എന്ന നടൻ്റെ ജനപ്രീതി വർദ്ധിച്ചു. ഇതിൽ സുന്ദരപാണ്ഡ്യനിലെ വില്ലൻ വേഷമാണ് ആദ്യം എത്തിയത്. മികച്ച വില്ലനുള്ള തമിഴ്നാട് സർക്കാരിൻ്റെ പുരസ്കാരവും ഇതിലൂടെ സേതുപതിയെ തേടിയെത്തി. പ്രധാനപ്പെട്ട ആദ്യ പുരസ്കാരം. ആ വർഷം തന്നെ കാർത്തിക് സുബ്രാജിൻ്റെ ചിത്രത്തിലെ നായകനായി പിസ സംഭവിച്ചു. കലൈഞ്ചർ ടി.വിയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് കാർത്തിക് സുബ്രാജിനൊപ്പം ഷോർട്ട് ഫിലിമുകൾ ചെയ്തിരുന്നു സേതുപതി. ആ പരിചയം തന്നെയാണ് പിസ ഒരു പേടിയും കൂടാതെ സേതുപതിയെ ഏൽപ്പിക്കാൻ കാർത്തിക് സുബ്രാജിനെ നയിച്ചത്. മികച്ച വിജയം നേടിയ പിസ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് പുറത്തിറങ്ങിയത്. അന്ന് താരതമ്യേന വളരെ കുറഞ്ഞ പ്രതിഫലം വാങ്ങിയ സേതുപതി 12 വർഷങ്ങൾക്കിപ്പുറം ഇന്നൊരു സിനിമക്കായി വാങ്ങുന്നത് 15 മുതൽ 30 കോടി രൂപ വരെയാണ്. പിസയ്ക്ക് ശേഷം കാർത്തിക് സുബ്രാജ് ഒരുക്കിയ ജിഗർദണ്ഡയിലും ഇരൈവിയിലും പേട്ടയിലും വിജയ് സേതുപതി പ്രധാന വേഷത്തിലെത്തി. കോമഡി എൻ്റർടൈൻമെൻറ്റ് ജോണറിൽ സേതുപതിയുടെ ആദ്യ പരീക്ഷണം നടുവിലെ കൊഞ്ചം പാക്കാതെയും ശ്രദ്ധിക്കപ്പെട്ടു. യുവാക്കൾക്കിടയിൽ സേതുപതിക്ക് നിറയെ ആരാധകരെ സൃഷ്ടിച്ചത് ഈ 3 ചിത്രങ്ങളായിരുന്നു. ഗോകുൽ സംവിധാനം ചെയ്ത ഇതർക്ക് താനെ ആസൈപ്പെട്ട ബാലകുമാര ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത റിലീസ്. ഇത് നിരൂപകരിൽ നിന്ന് നല്ല അവലോകനങ്ങൾ നേടി. താരത്തിൻ്റെ പ്രകടനം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് വന്ന പന്നിയാറും പത്മിനിയും, ഞാനും റൗഡിദാൻ, സേതുപതി, കാതലും കടന്നുപോകും എന്നീ ചിത്രങ്ങളെല്ലാം നിരൂപക പ്രശംസയോടൊപ്പം ബോക്സ് ഓഫീസിലും മികച്ച മുന്നേറ്റം നടത്തി. തമിഴ് ഇൻഡസ്ട്രിയുടെ സിനിമാ മാറ്റങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ചിത്രങ്ങളിലെ നായകനായി എന്നതാണ് വിജയ് സേതുപതി എന്ന നടൻ്റെ പ്രത്യേകത. പുതിയ സംവിധായകരുടെ സ്വപ്നങ്ങൾക്ക് വഴങ്ങുന്ന തരത്തിൽ അയാൾ തൻ്റെ താരശരീരത്തെ മാറ്റിപ്പണിതു. സീരീസ് ടൈപ്പ് സിനിമകളിലും ആഘോഷിക്കപ്പെടുന്ന തിരക്കഥകളിലേക്കും എടുത്തുവെക്കാവുന്ന നടനായി അദ്ദേഹം മാറി എന്നതാണ് സത്യം. സ്വാഭാവിക അഭിനയം കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നത് കാണാം. അതുകൊണ്ടാണ് സൂപ്പർ ഡിലക്സിലെ കഥാപാത്രത്തിലൂടെ മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തിയത്. 2013 പുറത്തിറങ്ങിയ ക്രൈം കോമഡിയായ സൂതുകാവും വലിയ വിജയമായതോടെ തമിഴ് സിനിമാ ഇൻഡസ്ട്രിയിൽ സേതുപതി ഒരു കസേര വലിച്ചിട്ടു. വർഷം 2016. ധർമ്മദുരൈ എന്ന സിനിമയുടെ ആണ്ടിപ്പട്ടിയിലെ ലൊക്കേഷനിൽ വെച്ചാണ് അയാൾക്ക് ആ പേര് ലഭിക്കുന്നത്. മക്കൾ സെൽവൻ. ഷൂട്ടിൻ്റെ ഇടവേളയിൽ സേതുപതി ഒരിടത്തിരിക്കുന്നുണ്ട്. ചുറ്റും തേയില തൊഴിലാളികൾ. അവരിൽ പ്രായമായവരും ചെറുപ്പക്കാരും സ്ത്രീകളുമൊക്കെയുണ്ട്. ഒരു മകനെ പോലെ സേതുപതിയുടെ തലയിൽ കൈവെക്കുകയും ചിരിച്ച് സംസാരിക്കുകയുമാണ് അവരിൽ പലരും. സേതുപതിയും തൻ്റെ കുടുംബാംഗങ്ങളെ കണ്ട പോലെ നല്ല പരിചയത്തിൽ ചേർത്ത് നിർത്തി സംസാരിക്കുന്നു. ഈ കാഴ്ച കണ്ടാണ് സീനു രാമസ്വാമി അദ്ദേഹത്തിന് മക്കൾ സെൽവൻ എന്ന് പേരിടുന്നത്. ജനങ്ങളുടെ മകൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ആദ്യമൊക്കെ അങ്ങനെ വിളിക്കുന്നതിനോട് സേതുപതിക്ക് എതിർപ്പായിരുന്നു. പ്രേക്ഷകർ കാരണം ഇന്ന് ഞാനായിരിക്കുന്നതിൽ സന്തോഷിക്കുന്നു. ഞാനിതൊന്നും പ്രതീക്ഷിച്ചതേ ആയിരുന്നില്ല. ആരാധകരുടെ സ്നേഹം സത്യമാണ്. അതെനിക്ക് എനർജി ഡ്രിങ്ക് പോലെയാണ്. മുന്നോട്ട് കുതിക്കാനുള്ള ഊർജം നൽകുന്നതാണത് എന്നായിരുന്നു സേതുപതി ഒരിക്കൽ പറഞ്ഞത്. 2017 സേതുപതിയുടെ കരിയർ മറ്റൊരു ഘട്ടത്തിലേക്ക് തിരിയുന്നത്. അത് സംഭവിക്കുന്നത് വിക്രം വേദയിലൂടെയായിരുന്നു. ആ കള്ളനും പോലീസും കളിയിൽ നിന്നാണ് സൗത്ത് ഇന്ത്യയിൽ സ്ക്രീൻ പ്രസൻസ് കൊണ്ട് ഞെട്ടിക്കുന്ന വില്ലൻ ജനിക്കുന്നത്. നായകനേക്കാൾ വില്ലൻ ആഘോഷിക്കപ്പെട്ടതിന് തുടക്കമിട്ട ചിത്രം. പിന്നീട് സേതുപതി വില്ലനായി വന്നത് എത്ര ചിത്രങ്ങളാണ്. ഇവയിലെല്ലാം വില്ലനോട് പ്രേക്ഷകർക്ക് ഒരു ഇഷ്ടവുമുണ്ടായി. വില്ലനും ആരാധകരുണ്ടായി.
സേതുപതിയുടെ ചില മാനറിസങ്ങൾ അതുവരെ തമിഴ് സിനിമയ്ക്ക് പരിചയമില്ലാത്ത ഒന്നുകൂടിയായിരുന്നു. തമിഴിലെ മുൻനിര താരങ്ങളുടെ ചിത്രങ്ങളാണ് സാധാരണ കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും മികച്ച കളക്ഷൻ നേടാറുള്ളത്. എന്നാൽ വിക്രം വേദ കേരളത്തിലും മികച്ച ബോക്സ് ഓഫീസ് വിജയം നേടി. അധികം വൈകാതെ വിജയ് സേതുപതിയുടെ സ്ഥിരം പോലീസ് വേഷങ്ങളും ഡാർക്ക് കോമഡി ത്രില്ലറുകളും ഒന്നൊന്നായി തിയേറ്ററിൽ വീഴാൻ തുടങ്ങി. മാനറിസങ്ങൾ പലതും പ്രേക്ഷകർക്ക് മടുത്തു തുടങ്ങി. അവിടെ സേതുപതി ട്രാക്ക് മാറ്റി. ഇന്ത്യൻ സിനിമയിൽ തന്നെ റൊമാൻറ്റിക് മൂവികളുടെ പട്ടികയിലെ മുൻനിരയിൽ ഇടം പിടിച്ച 96 സംഭവിച്ചു. അത് വിജയ് സേതുപതി നടന് സൗത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കി കൊടുത്ത ആരാധക കൂട്ടത്തിന് കയ്യും കടക്കും ഉണ്ടായിരുന്നില്ല. വലിയ ഹൈപ്പില്ലാതെ വന്ന് കേരള ബോക്സ് ഓഫീസിൽ വരെ ചിത്രം സൂപ്പർ ഹിറ്റായി. കേരളത്തിൽ വിതരണക്കാർക്ക് 2018 ഏറ്റവും ലാഭം നൽകിയ ചിത്രമായിരുന്നു 96. അവിടെ നിന്നും 2 വർഷം കഴിഞ്ഞാണ് കോവിഡ് ആലസ്യത്തിൽ അണ്ടുപോയ സിനിമ ഇൻഡസ്ട്രി ഊർജ്ജമായി ലോകേഷ് വിജയെ കൂട്ടുപിടിച്ച് മാസ്റ്ററുമായി എത്തുന്നത്. അതിലൊരു വില്ലൻ കഥാപാത്രമുണ്ടായിരുന്നു. ദേഷ്യത്തോടെ അല്പം ഇഷ്ടത്തോടെ ഭവാനിയെ കൂടി കാണാൻ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് ഒഴുകി. മാസ്റ്റർ അങ്ങനെ ആഘോഷിക്കപ്പെട്ടു. ഒപ്പം സേതുപതി. അവിടെ തമിഴ് ഇൻഡസ്ട്രിയിലെ ഒരു പവർഫുൾ വില്ലൻ കൂടി ജനിച്ചു. വിജയ്ക്ക് ശേഷം കമലിൻ്റെയും രജനിയുടെയും ഷാറൂഖിൻ്റെയും വില്ലനായി സേതുപതി ബിഗ് സ്ക്രീനിൽ തിളങ്ങി. പക്ഷേ ഇനി കുറച്ചു കാലത്തേക്ക് വില്ലനാവില്ലെന്ന് കൂടി അടുത്തിടെ അദ്ദേഹം പറയുകയുണ്ടായി. ഒരു നായകനോ സൂപ്പർ സ്റ്റാറോ ആകാനായിരുന്നില്ല സേതുപതിക്ക് സിനിമാ പ്രവേശനം. എല്ലാ മാസവും കൃത്യമായി വാടക അടക്കണമെന്നും സിനിമയിലൂടെ കിട്ടുന്ന പണത്തിന് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങണമെന്നും മാത്രമായിരുന്നു ആദ്യകാലത്തെ ആഗ്രഹം. ആവശ്യങ്ങൾക്ക് മറ്റൊരാളുടെ മുന്നിൽ പോയി നിൽക്കാനുള്ള അവസരം ഉണ്ടാകാതിരിക്കാനായിരുന്നു അദ്ദേഹത്തിന് സിനിമ. 2022 വിക്രവും മാമനിതനും മലയാള ചിത്രം 91നെയും ശ്രദ്ധിക്കപ്പെട്ടു. 2023 വിടുതലയിലെ പെരുമാളിനെയും ജവാനിലെ വില്ലനെയും ആരാധകർ ഹൃദയം കൊണ്ട് ഏറ്റെടുത്തു. 2024 തുടക്കത്തിൽ ഹിന്ദി തമിഴ് ചിത്രം മേരി ക്രിസ്മസും ബോക്സ് ഓഫീസിൽ മുന്നേറ്റം നടത്തി. സിനിമയിൽ വലിയ താരമായിട്ടും അയാൾ അടിസ്ഥാനപരമായി സേതുപതിയിൽ നിന്ന് ഒരു തരി പോലും മാറുന്നില്ല. സിനിമാ പ്രൊമോഷൻ വേളകളിൽ സംസാരിക്കുന്നതും യഥാർത്ഥ ജീവിതത്തിൽ രാഷ്ട്രീയം പറയുന്നതും മനുഷ്യരോട് ഇടപെടുന്നതുമെല്ലാം ഒരേ ആൾ തന്നെയാണ്. വില്ലനോ നായകനോ ആയി കഥാപാത്രത്തിന്റെ തൊലിക്കുള്ളിലേക്ക് തന്നെ പ്രതിഷ്ഠിക്കുകയാണ് സേതുപതി ചെയ്യുന്നത്. ഏത് കാലത്തും സിനിമയ്ക്ക് പുറത്തും കൃത്യമായി നിലപാടും തൻ്റെ രാഷ്ട്രീയവും തുറന്നു പറയാൻ അയാൾക്കൊരു മടിയുമില്ലായിരുന്നു. മതം വിറ്റ് അധികാരം നേടുന്ന BJPക്ക് കണക്കിന് കൊടുത്തും താൻ മനുഷ്യപക്ഷത്താണെന്ന് അദ്ദേഹം ഇടയ്ക്കിടെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വോട്ടവകാശം സൂക്ഷിച്ച് ശ്രദ്ധയോടെ വിനിയോഗിക്കണം. നമ്മുടെ നാട്ടിലോ വിദ്യാലയത്തിലോ സുഹൃത്തിനോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിനോ പ്രശ്നമുണ്ട്, അത് പരിഹരിക്കണമെന്ന രാഷ്ട്രീയം പറയുന്നവർക്കൊപ്പം നിൽക്കണം. ജാതിയും മതവും പ്രശ്നവൽക്കരിച്ചുകൊണ്ട് ജനങ്ങളെ സംഘടിപ്പിക്കുന്നവരുടെ കൂടെ നിൽക്കരുത്. ഇങ്ങനെ പറയുന്നവരൊക്കെ എല്ലാം ചെയ്തിട്ട് അവരുടെ വീടുകളിൽ പോലീസ് കാവലിൽ സുരക്ഷിതരായിരിക്കും. നമ്മളാണ് ഒടുവിൽ കെണിയിൽ വീഴുക. ദയവ് ചെയ്ത് ഇത് ഓർത്ത് വേണം വോട്ടവകാശം ഉപയോഗപ്പെടുത്താൻ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിജയ് സേതുപതി ഒരു പ്രസംഗത്തിൽ പറഞ്ഞ വാക്കുകളാണിത്. സാധാരണക്കാരായി സിനിമയിലെത്തുന്നവരെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നവരാണ് തമിഴകം. തങ്ങളിൽ ഒരാളെപ്പോലെ അത്തരം താരങ്ങളെ സ്വീകരിക്കാൻ പ്രേക്ഷകർക്ക് കഴിയും. MGRും ശിവാജി ഗണേശനും രജനീകാന്തും കമൽഹാസനും വിജയുമെല്ലാം ഉൾപ്പെട്ട ആ പട്ടികയിലേക്ക് അവസാനമായി ചേർക്കപ്പെട്ട പേരാണ് വിജയ് ഗുരുനാഥ സേതുപതി എന്ന മക്കൾ സെൽവൻ. അതുകൊണ്ടാണ് പേട്ടയുടെ ഓഡിയോ ലോഞ്ചിൽ സാക്ഷാൽ രജനീകാന്ത് വിജയ് സേതുപതിയെ ചൂണ്ടി ആ ഹർഷാരവത്തോട് ഇങ്ങനെ പറഞ്ഞത്: അയാൾ സാധാരണ നടികനല്ല, മഹാനടികനെന്ന്.